അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. തവനൂരിൽ നിന്നും സലാം ചോദിക്കുകയാണ്. എൻ്റെ ഉപ്പയുടെ അനിയൻ സമീപകാലം വരെ നല്ലൊരു ജോലി ചെയ്ത് ജീവിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജോലിക്ക് പോവാതെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് അതിൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിയുകയാണ്. കുടുംബനാഥനായ അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്നത് മദ്യപാനം പോലെ ഒരു ആസക്തിയായി മാറുകയാണ്. വാസ്തവത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷ മാത്രമാണ് അതിൽ ഉള്ളത്. പണം പാഴാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ലോട്ടറി എടുക്കുക എന്നത്. ലോട്ടറി കൊണ്ട് വിജയിക്കില്ല എന്ന് അയാൾ ആദ്യമായി ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന്, ലോട്ടറി വിറ്റ് നടക്കുന്ന എത്ര പേർക്ക് ലോട്ടറി കിട്ടി? അവർക്ക് ഇത്രയും കാലം കിട്ടാത്ത ഒന്ന് നമുക്ക് കിട്ടും എന്ന് വ്യാമോഹിപ്പിച്ചാണ് ഇവർ ലോട്ടറി വിറ്റ് നടക്കുന്നത് എന്ന് ഇദ്ദേഹത്തെ ആദ്യമായി ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ ലോട്ടറി വിൽക്കാൻ വരുന്നവരുടെ വസ്ത്രം മുതൽ അവരുടെ രൂപം വരെ കണ്ടാൽ അറിയാം അവർ ഇത്രയും കാലം വിറ്റ് നടന്നിട്ട് അവർക്കത് കിട്ടിയിട്ടില്ല എന്ന്. ഈ യുക്തി ഒന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, ഒരു മുസ്ലിം എന്ന നിലക്ക് ഇത് തികച്ചും ചൂതാട്ടമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിന് സാധാരണ ഉപദേശം കൊടുക്കുന്നതിന് പോലെ ഇസ്ലാമിക് കൗൺസിലിംഗ് എന്ന ഒരു സിദ്ധാന്തമുണ്ട്. അഥവാ ആധുനിക കൗൺസിലിംഗ് സിദ്ധാന്തങ്ങളും ഇസ്ലാമികമായിരിക്കുന്ന സിദ്ധാന്തങ്ങളും യോജിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക് കൗൺസിലിംഗ് എന്നൊരു സിദ്ധാന്തമുണ്ട്. ഏതായാലും അദ്ദേഹത്തെ ഈ കാര്യം ഒന്നുകിൽ സാധാരണ സ്ഥിതിയിൽ നമ്മൾ ഉപദേശിക്കുകയാണ് ചെയ്യുക. സാധാരണ ഉപദേശമല്ല കൗൺസിലിംഗ്. സാധാരണ ഉപദേശം കൊടുത്തു നോക്കാം. സാധാരണ ഉപദേശം ഫലിക്കാതെ വരുന്നുവെങ്കിൽ പിന്നീട് ചെയ്യാനുള്ളത് അദ്ദേഹത്തെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക എന്നതാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നും ഹംസ ചോദിക്കുന്നു. എൻ്റെ ഏക മകളുടെ വിവാഹം കഴിഞ്ഞ് 4 മാസത്തോളമായി. ഇതുവരെയും ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ അവൾ സമ്മതിക്കുന്നില്ല. വീട്ടുജോലിയിലും മറ്റുമുള്ള പരിചയക്കുറവ് മൂലം അവളിൽ ഒരു തരം അപകർഷത പിടികൂടിയിരിക്കുന്നു. ചെറുപ്പം മുതലേ അമിത വാത്സല്യത്തോടെ വളർന്ന അവളുടെ വന്നുപെട്ട ഈ മാനസികാവസ്ഥ എങ്ങനെ പരിഹരിക്കാനാവും? വാസ്തവത്തിൽ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒരു ചെറിയ ഉത്കണ്ഠ. പൊതുവിൽ ആർക്കും തന്നെ ഉണ്ടാവാറുണ്ട്. മറ്റൊന്ന്, നമ്മുടെ വീട്ടിലൊക്കെ ഇന്ന് നടന്നു വരുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളെ അമിതമായി സ്നേഹിക്കുന്നത് മൂലം വീട്ടുപണിയൊന്നും തന്നെ പഠിപ്പിക്കാറില്ല. വീട്ടിൽ പണിയൊന്നും എടുക്കാതിരിക്കുക എന്നത് സ്നേഹത്തിന്റെ ലക്ഷണമായിട്ടാണ് രക്ഷിതാക്കൾ കാണുന്നത്. ഇത് ഏറ്റവും വലിയ അബദ്ധമാണ്. ഓരോ കുട്ടിയുടെയും പ്രായത്തിനനുസരിച്ച് ഒരു കുട്ടിക്ക് എന്ത് ജോലി വീട്ടിൽ ചെയ്യാൻ പറ്റുമോ അത് ആ ജോലി ആ കുട്ടിയെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചേ പറ്റൂ. ഒന്ന്, ഈ അമിതമായ സ്നേഹം മൂലം വീട്ടിലെ പണിയൊന്നും എടുപ്പിക്കാതെ പോയി എന്നത് കുട്ടിക്ക് അവിടെ എത്തിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇനി ഇവിടെ ചെയ്യുവാനുള്ളത്, ഈ കുട്ടിക്ക് ജോലി അറിയുന്നില്ല എന്നത് കെട്ടിച്ചയച്ച വീട്ടിൽ ഒരു പ്രശ്നമല്ല എന്ന് അവിടെയുള്ള മാതാവ് കാര്യമായിട്ട് ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ വീട്ടിലുള്ള മാതാവ് കഴിയുന്നത്ര വേഗത്തിൽ ആ കുട്ടിയെ ജോലി പഠിപ്പിച്ചെടുക്കുക എന്നതാണ് ഇതുള്ളത്. ഇനി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് തന്നെയാണോ കാരണമെന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പറയുന്നത് തന്നെ കാരണം ആയിക്കൊള്ളണമെന്നില്ല. വേണമെങ്കിൽ രണ്ട് വീട്ടിലെയും മാതാക്കൾ ഇരുന്നു കൊണ്ട്, മോളെ അതൊരു പ്രശ്നമാക്കേണ്ടതില്ല, അതിന് നീ പഠിച്ചുകൊള്ളും, അതൊരു വിഷയമുള്ള കാര്യമല്ല എന്ന ഒരു സാന്ത്വനം ആ കുട്ടിക്ക് കൊടുത്താൽ തന്നെ ഒരുപക്ഷെ അത് പരിഹാരമായി വരുന്നതാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും ഒരു സംഘം വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്. ഒരു പ്രസിദ്ധീകരണത്തിൽ വായിക്കാനിടയായി കൗമാരക്കാരുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാവുന്നത് അവരുടെ സാഹചര്യങ്ങളാണെന്ന്. ഇത് എത്രമാത്രം ശരിയാണ്? ഒട്ടുമിക്ക പ്രതിഭകളും ഇതിന് അപവാദമല്ലേ? സാധാരണ കൗമാരപ്രായക്കാരില് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു വലിയ ഘട്ടമായിട്ടാണ് മനഃശാസ്ത്രജ്ഞന്മാർ കാണുന്നത്. ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു വാക്കാണ്. സാഹചര്യം വാസ്തവത്തിൽ സ്വഭാവത്തെ രൂപീകരിക്കുന്ന മുഴുവൻ ഘടകങ്ങളെ മനഃശാസ്ത്രജ്ഞന്മാർ രണ്ടായിട്ടാണ് കാണുന്നത്. ഒന്ന് പൈതൃകം, രണ്ട് സാഹചര്യം. പൈതൃകമല്ലാത്തതെല്ലാം സാഹചര്യമാകുന്നു. അപ്പോൾ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. പൈതൃകം എന്ന് പറഞ്ഞാൽ മാതാപിതാവിന്റെ ജീൻസിലൂടെ കിട്ടുന്നത് എന്തുണ്ടോ അതുമൂലം വരുന്ന പെരുമാറ്റമാണ് പൈതൃകമായി കിട്ടുന്ന പെരുമാറ്റം. ബാക്കി എന്തൊക്കെയുണ്ടോ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ വായന, അവന്റെ പഠിപ്പ്, അവന്റെ സുഹൃത്തുക്കൾ, അവൻ വായിക്കുന്ന സാഹിത്യം, അവൻ കാണുന്ന TV, അവൻ കേൾക്കുന്ന റേഡിയോ, അവന്റെ കൂട്ടുകാര്, അയൽവാസികള്, അധ്യാപകര്, ഇതെല്ലാം ചേരുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ഈ പറയുന്ന സാഹചര്യം എന്ന് പറയുന്ന വാക്കായിത്തീരുന്നത്. പൈതൃകത്തിൽ കാര്യമായിട്ടൊന്നും ഇടപെടാൻ കഴിയുകയില്ല, ട്രെയിനിങ് കൊടുക്കാനും കഴിയുകയില്ല. ആ സ്ഥിതിയിൽ
പരിസരം എന്ന് പറയുന്നതിന് പരിസരവും എൻവയറമെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, പരിസരം എന്നും പറയാറുണ്ട്. ഞാൻ ഈ എണ്ണി പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ ഇതിന്റെ പരിസരമാണ്. ഈ പരിസരത്തുള്ള ഘടകങ്ങൾ വളരെ വ്യക്തമായി കുട്ടിയെ സ്വാധീനിക്കും. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ജീൻസ് കുട്ടികളുടെ രക്ഷിതാക്കളുടെ ജീനിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന പെരുമാറ്റത്തിന് പുറമെ കുട്ടികളോടുള്ള രക്ഷിതാക്കളുടെ പെരുമാറ്റവും സാഹചര്യമാണ്. അപ്പോൾ അവരുടെ പെരുമാറ്റം, സ്കൂളിലുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ പീർ എന്ന് പറയും, അതായത് കുട്ടികളുടെ കൂടെ പഠിക്കുന്ന തുല്യരായിരിക്കുന്ന ആളുകൾ. അതോടൊപ്പം ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായും ആളുകളെ കാണുന്നില്ലേ എന്നാണ്. അതിപ്പോൾ തീർച്ചയായിട്ടും പറയാനുള്ളത്, ഇതൊരു പൊതുവായ സിദ്ധാന്തം മനഃശാസ്ത്രത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല പിതാക്കൾക്ക് മോശപ്പെട്ട മക്കളും മോശപ്പെട്ട രക്ഷിതാക്കൾക്ക് നല്ല മക്കളും കണ്ടുവരുന്നുണ്ട്. ഇത് ഒരു അപൂർവമായ കാര്യമായിട്ടേ പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ സാധാരണ അതിനെ പറയുന്ന ഒരു ഉദാഹരണമാണ്, PT ഉഷ നന്നായി ഓടും എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ PT ഉഷ സ്ത്രീയാണ്, അതുകൊണ്ട് എൻ്റെ ഭാര്യയും നിങ്ങളുടെ ഉമ്മയും അതുപോലെ ഓടുമെന്ന് പൊതുനിയമം ഉണ്ടാക്കാൻ കഴിയുകയില്ല. PT ഉഷയുടെ ഓട്ടം ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പൊതുവൽക്കരിക്കാതിരിക്കുക, അതുകൊണ്ട് സാഹചര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിങ് കൊടുത്ത് മാറ്റം വരുത്താൻ കഴിയുന്നതും പരിസരത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റു ജീവികളെ അപേക്ഷിച്ച് മനുഷ്യൻ വളരെ വ്യത്യസ്തനാണ്. ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, അതുപോലെ തന്നെ സാഹചര്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങളോട് സംവദിക്കാനും അതുപോലെ തിരിച്ചറിയാനും ഒക്കെ. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടമായ കൗമാരക്കാർക്ക് താൻ തെറ്റായി വളരാനുള്ള സാഹചര്യത്തോട് പൊരുതാനും അതിന് വിപരീതമായി മുന്നേറാനൊക്കെ കഴിയില്ലേ? ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പാരന്റിങ്ങിന്റെ പ്രശ്നമാണുള്ളത്. ഒരു കുട്ടിയെ അവന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ എങ്ങനെ സഹായിക്കണം, അവനെ മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ്. ഈ സ്വയം ചിന്തിക്കുക എന്ന് പറയുന്നതൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും ഇവനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ത്, ഇവന്റെ മൂല്യങ്ങൾ എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂല്യങ്ങൾ. ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ രക്ഷിതാക്കൾ ഈ കുട്ടിക്ക് എന്തൊക്കെ മൂല്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ ശീലങ്ങളാണ് പഠിപ്പിക്കുന്നത്, അവൻ എന്തൊക്കെ മൂല്യമാണ് നമ്മൾക്കറിയാം. ഇപ്പൊ മുസ്ലിം വീടുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ മാതാപിതാക്കൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ മക്കൾ നിസ്കരിക്കാത്ത നമ്മൾ കാണുന്നുണ്ട്. വാസ്തവത്തിൽ നിസ്കരിക്കുക എന്നത് കുട്ടിയുടെ ഒരു മൂല്യമല്ല. ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടി സ്വയം ചിന്തിച്ച് തീരുമാനിച്ചു കൊള്ളും എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. കുട്ടിക്ക് മൂല്യമായിട്ട് എന്തൊക്കെ വന്നു, അവന്റെ മൂല്യത്തെ സ്വാധീനിക്കുന്നതാണ് ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന അവൻ വായിക്കുന്ന പത്രം, അവർ കാണുന്ന TV, ഇതുപോലെ തന്നെ റേഡിയോ, ഇതൊക്കെ അവരെ സ്വാധീനിക്കും. അവർ സ്വയം ചിന്തിച്ച് തീരുമാനിക്കും എന്നതിനേക്കാൾ ഉപരി കുട്ടികൾക്ക് അവന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഗുരുനാഥന്മാർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുനാഥന്മാര്, ഗുരുശിഷ്യ ബന്ധം. ഇതുപോലെ തന്നെ മദർ ഈസ് ദ ഫസ്റ്റ് ടീച്ചർ എന്നാണ് പറയുന്നത്. ഹദീസിൽ തന്നെ വന്നത് നമുക്കറിയാം, ഒമാമി മൗലൂദിനില്ല യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഅവ്വിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ കുട്ടിയും ശുദ്ധപ്രകൃതിയോടാണ് ജനിക്കുന്നത്. എന്നിട്ട് പിന്നെ അവൻ എന്തായിത്തീരുന്നോ, ഇവിടെ മതം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുട്ടി എന്തായിത്തീരുന്നോ അതാക്കി തീർക്കുന്നത് മാതാപിതാക്കളാണ്. അപ്പൊ ഇവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്കുള്ളത് മാതാപിതാക്കൾക്കാണ്. രണ്ട് വിധത്തിലാണ് ഇവര് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത്. ഒന്ന്, അവരെ ജീൻസിലൂടെ കിട്ടുന്ന, ഇപ്പൊ ജീൻസിലൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ കളറ്, അതുപോലെ തന്നെ അവന്റെ ശബ്ദം, അതുപോലെ തന്നെ അവന്റെ ചില സ്വഭാവങ്ങൾ, ഇത് മാതാപിതാക്കളിലുള്ളത് തന്നെ അപ്പടി നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, ഇവർ രണ്ടുപേരും ഈ കുട്ടിയെ എങ്ങനെ വളർത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്, വമാമി മൗലൂദിനില്ല യൂലദു അലൽ ഫിത്ര. ഇതുപോലെ തന്നെയാണ് TA സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് എരിക് ബേൺ പറഞ്ഞിരിക്കുന്നത്, എവരി ചൈൽഡ് ഈസ് ബോൺ ആസ് പ്രിൻസ് ആൻഡ് പ്രിൻസസസ്. ഓരോ കുട്ടിയും രാജകുമാരനും രാജാത്തിയുമായി ജനിക്കുന്നു. ബട്ട് ദർ പേരൻസ് മേക്സ് ദം ഫ്രോക്സ്. പക്ഷേ ഈ കുട്ടികളെ രക്ഷിതാക്കൾ തവളകളാക്കി തരം താഴ്ത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പെരുമാറ്റത്തിൽ നല്ല പങ്കുണ്ട്. കുട്ടികൾ സ്വയം തന്നെ അവരെ മൂല്യങ്ങളും ശീലങ്ങളും തീരുമാനിക്കട്ടെ എന്ന് പറയുന്നതിൽ കാര്യമായി യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഈ ആധുനിക മനഃശാസ്ത്രത്തിൽ നിന്നും തിരുവചനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൃക്കരിപ്പൂരിൽ നിന്നും നുഐമാൻ ചോദിക്കുകയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകന് വല്ലാത്ത മറവിയാണ്. പഠനത്തിൽ തരക്കേടില്ലാത്ത താല്പര്യം കാണിക്കുന്നവന് മറവി ഒരു വല്ലാത്ത മടുപ്പുടവാക്കിയിട്ടുണ്ട്. അവന് ഓർമ്മശക്തി വർദ്ധിക്കാൻ ആവശ്യമായ ഒരു പോംവഴി നിർദ്ദേശിക്കാമോ? വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓർമ്മശക്തി. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഓർമ്മശക്തിയെ പറ്റിയുള്ള യാതൊരു പഠനവും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള യാതൊരു രീതിയും നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഒന്നും പഠിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രശ്നം.
ഓർമ്മശക്തിയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് പൈതൃകമുണ്ട്, രണ്ടാമത് ട്രെയിനിങ് ഉണ്ട്, മൂന്ന് പോഷകാഹാരമുണ്ട്, നാലാമത് മരുന്നുണ്ട്. ഇതിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പൈതൃകത്തെ ഇനി നമുക്ക് ഏതായാലും സ്വാധീനിക്കാൻ കഴിയില്ല. ആ മാതാവിനും പിതാവിനും കുട്ടി ജനിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് കുട്ടിക്ക് മെമ്മറി ട്രെയിനിങ് കൊടുക്കാവുന്നതാണ്. പലപ്പോഴും മെമ്മറി ട്രെയിനിങ് പല സ്ഥലങ്ങളിലായിട്ട് കൊടുക്കാറുണ്ട്. അതിലും അപ്പുറം ചെയ്യാൻ പറ്റുന്നത് കുട്ടിക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കുക എന്നതാണ്. ഉദാഹരണത്തിന് ആപ്പിള്, ഈത്തപ്പഴം, ചെറുവെണ്ടക്ക, അത്തിപ്പഴം, അക്രോട്ടണ്ടി മുതലായവ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഈ ഭക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നതാണ് ഒരു കാര്യം ചെയ്യാനുള്ളത്. രണ്ടാമത് ഇതിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, മരുന്ന് ഇതിനെ സഹായിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. ഉദാഹരണത്തിന് ആയുർവേദത്തിൽ ബ്രഹ്മീകൃതം എന്ന് പറയുന്ന ഒരു നെയ്യ് ചേർത്തുണ്ടാക്കുന്ന ഒരു മരുന്നുണ്ട്. അത് ഒരു ചെറിയ സ്പൂൺ രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. രണ്ടാമതായി ബ്രഹ്മി ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. അതിലുള്ളതിൽ ഏറ്റവും നല്ലത് കോട്ടക്കലിൻ്റെതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വയസ്സനുസരിച്ച് 1 മുതൽ 2 വരെ കഴിക്കാവുന്നതാണ്. അതാണ് ആയുർവേദത്തിൽ നിർദ്ദേശിക്കുവാനുള്ളത്. യുനാനിയിലും ഇതിന് മരുന്നുണ്ട്. യുനാനിയിൽ മരുന്ന് പറയുന്നത് മാജു നിസിയാൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. മാജു നിസിയാൻ എന്ന് പറഞ്ഞാൽ തന്നെ മർദി സംഹാര ലേഹ്യം എന്നാണ്. അത് ഒരു 5 ഗ്രാം വീതം കഴിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് പുളി ഐറ്റംസ് കുറയ്ക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏറ്റവും വില കുറഞ്ഞ മരുന്ന് എന്ന നിലക്ക് ബ്രഹ്മി മദർ ടിഞ്ചർ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ബ്രഹ്മി മദർ ടിഞ്ചർ വേണമെന്ന് പറഞ്ഞാൽ ഹോമിയോ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. അത് 12 വയസ്സും അതിനു മുകളിലേക്കുള്ള കുട്ടികളുമാണെങ്കിൽ ഒരു 10 തുള്ളി അരൗൺസ് വെള്ളത്തിലേക്ക് എടുത്ത് രാവിലെ രാത്രി എന്നിങ്ങനെ 2 നേരം കഴിക്കാവുന്നതാണ്. പിന്നെ വയസ്സ് കുറവാണെങ്കിൽ തുള്ളി കുറക്കാവുന്നതാണ്, അത് കഴിക്കാവുന്നതാണ്. അതിന് പുറമെ ഹോമിയോപ്പതിയിൽ തന്നെ ഒരു പാറ്റന്റ് മെഡിസിൻ ആയിരിക്കുന്ന അനാകാപ്പ്, ANACAP അനാകാപ്പ് എന്ന ഗുളികയുണ്ട്. അതും അധികം വിലയൊന്നും ഇല്ലാത്തതാണ്. 5 ഗുളിക വീതം 3 നേരം കഴിക്കാവുന്നതാണ്. അതോടൊപ്പം ഈ കുട്ടി സ്വയം എനിക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ട് എന്ന് നിരന്തരമായി ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും രാവിലെയും വൈകുന്നേരവും പറയാം. ഇപ്പൊ എനിക്ക് ഓർമ്മശക്തിയില്ല എന്ന് അവന്റെ ഉപബോധ മനസ്സിൽ കയറിയിരിക്കുകയാണ്. അത് മാറിയിട്ട് അതിന് പകരം എന്ത് വേണം, എനിക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ട് എന്ന് കുട്ടി ഓരോ പ്രാവശ്യം ചുരുങ്ങിയത് 25 പ്രാവശ്യമെങ്കിലും രാവിലെയും വൈകുന്നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ ഓർമ്മശക്തിയിൽ കാര്യമായ മാറ്റം വരുന്നതാണ്. വളാഞ്ചേരിയിൽ നിന്നും സബൂറ ചോദിക്കുകയാണ്, എൻ്റെ വിവാഹം കഴിഞ്ഞ് 8 വർഷത്തോളമായി. എനിക്ക് എൻ്റെ ഭർത്താവിൽ വല്ലാത്ത സംശയമാണ്. പരസ്ത്രീ ബന്ധം, മറ്റു പല സംശയങ്ങളുമുണ്ട്. ആരോടും ഇതുവരെ തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സങ്കടം തീർക്കാൻ വല്ല പോംവഴിയും പറഞ്ഞു തരാമോ? വാസ്തവത്തിൽ സംശയരോഗം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഒരുപാട് കൗൺസിലിംഗ് കേസ് എനിക്ക് വരാറുള്ളതാണ്. ചിലതിന് ഒരടിസ്ഥാനവും ഉണ്ടാവില്ല. അടിസ്ഥാനവുമില്ലാത്ത സംശയരോഗമാണെങ്കിൽ അതിന് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. അതേ സ്ഥാനത്ത് നമ്മൾ ഇവരെ കൗൺസിലിംഗിൽ ചോദിക്കും, ഇങ്ങനെ നിങ്ങളെ ഭർത്താവിനെ സംശയിക്കാൻ വല്ല സാഹചര്യവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. ഒന്നുകിൽ വ്യക്തിഗതമായ തെളിവ് തരണം, അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ തെളിവ് തരണം. സാഹചര്യത്തിന് തെളിവ് തരാൻ കഴിയുന്നില്ല, അതേ സ്ഥാനത്ത് വ്യക്തമായ തെളിവും തരാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും അതൊരു സംശയരോഗമായിരിക്കും. സംശയരോഗമാണ് എങ്കിൽ അതിന് മരുന്ന് കഴിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഫ്ലവർ റെമഡി എന്ന് പറയുന്ന ഒരു മരുന്ന് ഹോമിയോപ്പതിയുമായി ഏകദേശം ബന്ധമുള്ള ഒരു മരുന്നാണ്. കാട്ടുപൂക്കൾ എടുക്കുന്ന ഒരു മരുന്നാണ്. ഇതിന് വളരെ ഫലപ്രദമായിട്ട് സംശയരോഗത്തിന് മരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ യഥാർത്ഥത്തിൽ ഭർത്താവിന് മറ്റുള്ള സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പഠനം നടത്തേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ഇത് ശരിയായുള്ള ഒരു സംശയമാണോ അതല്ല വെറും ഒരു സംശയ രോഗമാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അതിനെ ചികിത്സിക്കേണ്ടിയിരിക്കും. പെരുമ്പാവൂരിൽ നിന്നും സക്കീർ ചോദിക്കുകയാണ്, ഞാൻ 30 വയസ്സുള്ള ഒരു യുവാവാണ്. എൻ്റെ പ്രശ്നം, ഞാൻ ഏർപ്പെടുന്ന ജോലിയിലെല്ലാം എനിക്ക് സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് സ്ഥലം മാറാൻ തോന്നുന്നു. ഇടയ്ക്കിടെയുള്ള ഈ സ്ഥലം മാറ്റി സ്ഥിരമായി ജോലിയിൽ തുടരാൻ എനിക്ക് ഒരു വഴി പറഞ്ഞു തരാമോ? ഇക്കാര്യത്തിൽ സക്കീറും ഇതേ പ്രകൃതിയുള്ളവരും മനസ്സിലാക്കേണ്ടത്, ജോലി ഇടയ്ക്കിടക്കൊണ്ട് മാറിക്കൊണ്ടിരുന്നാൽ ഒന്ന്, ഒരു ജോലിയിലും നമ്മൾ വിദഗ്ധനാവാതെ പോകും എന്നുള്ളതാണ്. രണ്ടാമത്, നിർത്തുന്ന പല മുതലാളിമാരും ജോലിക്ക് നിർത്തുകയില്ല. കാരണം ഇയാൾ സ്ഥിരമായ ആൾ മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്നത് തനിക്ക് ജോലി പലരും നിഷേധിക്കാൻ കാരണമാകും എന്ന് സ്വയം മനസ്സിലാക്കുക എന്നതാണ് ഇതിനുള്ള ഒരു മാർഗം. അതിനൊക്കെ പുറമെ ഈ ഫ്ലവർ റെമഡി എന്ന് പറയുന്ന മരുന്നിൽ സെറാറ്റോ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്.
CERATO സെറാറ്റോ. ഇത് കഴിക്കേണ്ടത് 4 തുള്ളി അര ഔൺസ് വെള്ളത്തിൽ എടുത്തിട്ട് രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി 4 നേരം ഏകദേശം ഒരു 15 ദിവസമോ ഒന്ന് തുടർച്ചയായി കഴിക്കുന്ന പക്ഷം വാസ്തവത്തിൽ ഈ പ്രവണത മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അനുഭവവുമുണ്ട്. ചുരുക്കത്തിൽ സ്വയം ഇതിന്റെ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടെന്ത് എന്ന് സ്വയം ചിന്തിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ മരുന്ന് കൂടി കഴിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ ഉണർത്താനുള്ളത്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സഹോദരി സഹോദരന്മാരോട് വാസ്തവത്തിൽ നന്ദി പറയുകയാണ്. വാസ്തവത്തിൽ വലിയൊരു സേവനമാണ് ഇപ്പോൾ വിസ്മയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളെല്ലാവരും സഹകരിക്കുന്നു. കൂടുതൽ നമ്മൾ ഓരോരുത്തരും സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.